ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ എന്ന് പറയുന്നത് പാലട പായസമാണ്. തൃശ്ശൂർക്കാരുടെ സ്വന്തം പാലട പായസം. സത്യം പറഞ്ഞാൽ ഈ പാലട ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ, അബുദാബിയിൽ വന്നതിന് ശേഷമാണ് നന്നായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കി തന്നപ്പോഴാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ അത്ര ഫെമിലിയർ അല്ല ഈ പാലട പായസം. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ അടപ്രഥമൻ, കടലപ്പരിപ്പ് പായസം, പാൽപായസം, വെർമിസലി പായസം, ബോഡി, അപ്പൊ അതാണ് സാധാരണ സദ്യയിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു പാലട പായസം എനിക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അട വെന്ത് പോകും, ഒന്ന് കുഴഞ്ഞു പോകും, ടെക്സ്ചർ ഒന്നും കറക്റ്റ് ആവില്ല. അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായിരുന്നു, ഇത് ട്രൈ ചെയ്തിട്ട് ശരിയാകത്തുണ്ട്. അപ്പൊ ഞാനിത് ട്രൈ ചെയ്തോണ്ടേ ഇരുന്നു. അപ്പൊ ഇത് നല്ല സക്സസ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഓണം റെസിപ്പി, ഓണം സ്പെഷ്യല് പാലട പ്രഥമൻ തന്നെ ആകാന്ന്. ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചിരുന്നു കേട്ടോ. പാലട പായസത്തിന്റെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിങ്ക് പാലട പായസം എങ്ങനെ റെഡിയാക്കാന്ന് നോക്കാം. അപ്പൊ നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൽ ആളെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അടിപൊളിയായിട്ടുള്ള പിങ്ക് പാലട എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ പാലട പായസം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മട്ട അരിയുടെ അടയും കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇത് വെള്ളയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം വെള്ളം വെച്ച് കൊടുക്കുക. കൃത്യമായിട്ട് അളവൊന്നുമില്ല, കുറച്ച് അധികം വേണം. ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അട ചേർത്ത് കൊടുക്കാം. അട ചേർത്ത ഉടനെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചൂടിൽ തന്നെ ഈ വെള്ളത്തിൽ ഇരുന്ന് അട വെന്തോളും. വെള്ളത്തിലിട്ട് അട വേവിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ അട നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ അരിച്ച് സാധാരണ വെള്ളം വെച്ച് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി ഊറ്റിയെടുത്താൽ മതി. അതുപോലെ അടച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പായസം റെഡിയാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മതി തീ വെച്ച് കൊടുക്കുന്നത്. ഫ്ലെയിമിൽ തീ ഇടരുത്. പാല് ശരിക്കും ഒരു പിങ്ക് കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാല് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം പഞ്ചസാര നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം കൈയെടുക്കാതെ തന്നെ പാല് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ പാലിന് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിലല്ല ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/4 കപ്പ് വീതം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് അലിയുന്നവരെ. ഇനി ഇത് കുറച്ചുകൂടി വറ്റി വരാനുണ്ട്. നമുക്ക് പഞ്ചസാരയും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി പാല് തിളച്ച് വന്ന് കുറുകിയിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 കപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ബാക്കി 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പാലട ആയതുകൊണ്ട് നല്ല മധുരം വേണം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അട ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരുന്ന അട അപ്പോൾ ദാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് സാധാരണ വെള്ളം വെച്ച് ഒരു 2-3 പ്രാവശ്യം ഒന്നും കൂടി അരിപ്പയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പ് ഒരുപാട് തവണ വേവിച്ചൊക്കെ എടുത്ത സമയത്ത് അട നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുക്കറിൽ ഒരു തവണ വെച്ച് അതും ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ 1-2 അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ഇതിൽ വെച്ചും കൊണ്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് സാധാരണ വെള്ളമൊഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അതേ പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ അട ചേർത്ത് കൊടുക്കാം. ഇതാ അട ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിൽ നമ്മൾ അരിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അടയിൽ നന്നായിട്ട് മധുരമൊക്കെ ഒന്ന് പിടിച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഇനി ചെറിയ തീയിൽ നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് കുറുകി വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും നല്ലതായിട്ട് കളറ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ പാലടയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും വറുത്തിടാറില്ല, നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് വറ്റി ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വറ്റി ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പാല് ഇതുപോലെ വെന്ത് നന്നായിട്ട് കളറ് മാറി കുറുകി വന്നാൽ മാത്രമേ നമ്മളെ പാലടയ്ക്ക് അതുപോലത്തെ ടേസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അശ്വതീസ് കിച്ചൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇനി തിരുവോണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.